കോഴിക്കോട് കോർപ്പറേഷന്റെ സൈക്കിൾ പദ്ധതിക്കെതിരെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ UDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. സൈക്കിൾ പദ്ധതി അഴിമതിയെന്ന് ആരോപിച്ചാണ് ചവിട്ടാൻ പറ്റാത്ത സൈക്കിളുമായി കൗൺസിലർമാർ പ്രതിഷേധത്തിനെത്തിയത്. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ സൈക്കിൾ പദ്ധതിയിലെ അഴിമതിയും പരാജയവും ഉന്നയിച്ച് UDF കൗൺസിലർമാർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാറ്റില്ലാത്ത ടയറുള്ള സൈക്കിളുമായാണ് കൗൺസിലർമാർ പ്രതിഷേധ സമരത്തിന് എത്തിയത്. മുൻ ഡെപ്യൂട്ടി മേയർ പാലക്കണ്ടി മൊയ്തീൻ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ജനങ്ങളുടെ നീതി വിധിച്ചെടുത്തുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ലജ്ജാകരമായ സംഗതിയാണ്. ഈ പദ്ധതി 25 ലക്ഷം രൂപ ഈ സൈക്കിളിന് വേണ്ടി ചെലവഴിക്കുകയും അത് മണ്ണ് പിടിച്ച് നടക്കുന്ന തരത്തിൽ അത് കൊണ്ടെത്തിക്കുകയും ചെയ്തിട്ടുള്ള ഇന്നത്തെ ഭരണകക്ഷിയുടെ പ്രവർത്തനം മറ്റ് പല മേഖലയിലും പറഞ്ഞ മാതിരി തന്നെ എല്ലാ സ്ഥലങ്ങളിലും അഴിമതിയുടെ കൂത്താട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂത്താടുന്നത് കൊണ്ടുണ്ടാവുന്ന സംഭവങ്ങൾ അവർക്ക് യാതൊരു തരത്തിലുള്ള വിവേകവും കാണിക്കാതെ നടത്തുകയും അത് വേണ്ടുന്ന പ്രവർത്തനം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാതെ പോകുന്ന പ്രവർത്തനവും നമ്മളെ സംബന്ധിച്ചൊരു വേദനജനകമായ സംഗതിയാണ്. സൈക്കിൾ പദ്ധതിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും സൈക്കിൾ വാങ്ങിയത് മാർക്സിസ്റ്റ് സൊസൈറ്റികളിൽ നിന്നുമാണെന്നും അവർ ആരോപിച്ചു. മാനദണ്ഡം മറികടന്നാണ് സൈക്കിൾ വാങ്ങിയതെന്നും ഇതിന് പിന്നിൽ വൻ വെട്ടിപ്പുണ്ടെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. KC ശോഭിത അധ്യക്ഷത വഹിച്ചു. KV കൃഷ്ണൻ, AT മൊയ്തീൻ കോയ, PV ബിനീഷ് കുമാർ, NA സുബൈർ, കൗൺസിലർമാരായ K മൊയ്തീൻ കോയ, SK അബൂബക്കർ, MC സുധാമണി, K നിർമ്മല തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.